യെസ്. സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് 7A തന്നെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിലെ ലോട്ട് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 തന്നെ എ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോമ്പോസിഷൻ സ്കീം. ഓക്കെ, നമ്മൾ എന്താണ് ഈ കോമ്പോസിഷൻ സ്കീമിന്റെ കോൺസെപ്റ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ അതായത് ലാസ്റ്റ് അറ്റംപ്റ്റ്, അതായത് 2025 ലാസ്റ്റ് അറ്റംപ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 7A. Mr. Jitesh, registered under GST law in the state of Rajasthan, provided the details of his turnover to you for the year ended 31st 3/2025. എന്നിട്ട് ഇവിടെ വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ തന്നിട്ടുണ്ട് 55 lakhs. വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസിൽ തന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ തന്നിട്ടുണ്ട് 16 lakhs. വാല്യൂ ഓഫ് എക്സംപ്റ്റ് ഔട്ട്വേർഡ് സപ്ലൈയിൽ 74 lakhs തന്നിട്ടുണ്ട്. എമൗണ്ട് റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ്, ലോൺ ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞിട്ട് 2 lakhs തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ ബൈ ഹിം അണ്ടർ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 8 lakhs തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വാല്യൂ ഓഫ് എക്സ്പോർട്സ് തന്നിട്ടുണ്ട് 6,50,000. എന്നിട്ട് പറയാണ് ഓൾ ദ എമൗണ്ട്സ് ആർ എക്സ്ക്ലൂസീവ് ഓഫ് GST. You are required to analyze the aggregate turnover of Mr. Jitesh for the purpose of opting for composition scheme under GST law and advise him whether he is eligible to opt for the scheme or not by explaining relevant provisions in brief. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 7 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് കോമ്പോസിഷൻ സ്കീം അല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് എന്താണെന്നുള്ളത് അറിയണം അല്ലേ. അപ്പൊ എന്താണ് കോമ്പോസിഷൻ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു സ്കീമാണ്. ദാറ്റ് ഈസ് ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ആയി കഴിഞ്ഞാൽ, സെക്ഷൻ 7 ആണ് സപ്ലൈനെ പറ്റിയിട്ട് സംസാരിച്ചത്. സെക്ഷൻ 7 പ്രകാരം ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ടാക്സബിൾ സപ്ലൈ ആണോ എക്സംപ്റ്റഡ് സപ്ലൈ ആണോ നോക്കണം. ടാക്സബിൾ സപ്ലൈ ആണോ അതോ എക്സംപ്റ്റഡ് സപ്ലൈ ആണോ നോക്കണം. ഇൻ കേസ് ടാക്സബിൾ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നെക്സ്റ്റ് ചോദ്യം ടാക്സബിൾ അണ്ടർ FCM ആണോ അതോ RCM ആണോ നോക്കണം അല്ലെ. ഇത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. FCM എന്താ RCM എന്താന്ന് പഠിച്ചു. ഇനി FCM ആയിക്കോട്ടെ RCM ആയിക്കോട്ടെ, ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ കോമ്പോസിഷൻ ഡീലർ ആണോ അതോ നോർമൽ സ്കീമിലാണോ ടാക്സ് അടക്കുന്നത് നോക്കണം. അതായത് ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ടാക്സബിൾ സപ്ലൈയുടെ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ 1 ശ്രദ്ധിക്കണേ, ഓപ്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ നമ്പർ 1 ദാറ്റ് ഈസ് നോർമൽ സ്കീം, നോർമൽ സ്കീം. അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 2, അഗെയിൻ ഓപ്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ നമ്പർ 2 ദാറ്റ് ഈസ് കോമ്പോസിഷൻ സ്കീം. എന്താണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ നമ്മൾ എപ്പോഴാ പറയാ? ഒരു സാധനം ഇതൊരു ഓപ്ഷൻ ആണ് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ എടുത്താൽ മതി, നോട്ട് മാൻഡേറ്ററി. അപ്പം ഇവിടെ കോമ്പോസിഷൻ സ്കീം എടുക്കണോ നോർമൽ സ്കീം എടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷൻ ആണ്, നോട്ട് മാൻഡേറ്ററി. കമ്പൽസറി ആയിട്ട് നിങ്ങളോട് നോർമൽ എടുക്കണം അല്ലെങ്കിൽ കോമ്പോസിഷൻ എടുക്കണം എന്ന് പറയില്ല. ഇവിടെ കോമ്പോസിഷൻ സ്കീം എടുത്താലുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. നോർമൽ സ്കീമിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ പഠിക്കുന്ന പ്രൊവിഷൻസ് പ്രകാരം സെക്ഷൻ 9 ആണ് നോർമൽ സ്കീം. 9 ആണ് നോർമൽ സ്കീം. ഇനി കോമ്പോസിഷൻ സ്കീമോ? കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10 ആണ്. 9 ഓഫ് CGST ആക്ടും 10 ഓഫ് CGST ആക്ടും ആണ് ഈ 2 സ്കീമിനെ പറ്റിയിട്ട് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ എടുക്കാം. ഇൻ കേസ് നിങ്ങൾ നോർമൽ സ്കീമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. GSTR 1, 3B എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മാസവും നിങ്ങൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. ഇനി നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ആണെങ്കിലോ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇയർലി ആണ് റിട്ടേൺ ഫയലിംഗ്. ഒരു വർഷത്തിൽ ഒരു റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്താൽ മതി. അതാണ് കോമ്പോസിഷൻ എടുക്കുന്നതിന്റെ ബെനിഫിറ്റ്. ഇനി രണ്ടാമത്തെ കേസിൽ മന്ത്ലി ആണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മന്ത്ലി തന്നെ നിങ്ങൾ ടാക്സ് പേയ്മെന്റ് നടത്തണം. മന്ത്ലി ടാക്സ് പേയ്മെന്റ് ആണ് നോർമൽ സ്കീമിൽ വരിക. വേറെ കോമ്പോസിഷൻ സ്കീമിലോ? കോമ്പോസിഷൻ സ്കീമിൽ ക്വാർട്ടേർലി ആണ് ടാക്സ് പേയ്മെന്റ് വരിക. കോമ്പോസിഷൻ സ്കീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല, ക്വാർട്ടേർലി ടാക്സ് അടച്ചാൽ മതി. ഇനി നോർമൽ സ്കീമിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നീഡ് ടു ബി മെയിൻറ്റെയിൻ. ഇനി നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ആണെങ്കിലോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോട്ട് നീഡഡ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ആവശ്യമേ ഇല്ല.
അതായത് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതൊന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഇഫ് കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ. ഇനി നോർമൽ സ്കീമിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ മറ്റൊരു കാര്യമാണ് ഇൻവോയ്സ് ജനറേഷൻ ഓഫ് ടാക്സ് ഇൻവോയ്സ്. അതായത് ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾ നോർമൽ സ്കീമിലാണ് ടാക്സ് അടക്കുന്നതെങ്കിൽ. ഇനി കോമ്പോസിഷൻ സ്കീമിലാണ് ടാക്സ് അടക്കുന്നതെങ്കിലോ ടാക്സ് ഇൻവോയ്സിന്റെ ആവശ്യമില്ല. പകരം സിമ്പിൾ ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. സിമ്പിൾ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് കോൾഡ് ബിൽ ഓഫ് സപ്ലൈ. ടാക്സ് ഇൻവോയ്സ് പോലെ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കില്ല ബിൽ ഓഫ് സപ്ലൈ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ബിൽ ഓഫ് സപ്ലൈ. ഇതാണ് ആക്ച്വലി കോമ്പോസിഷനും നോർമൽ സ്കീമും നമ്മുടെ ഒരു ബേസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഏത് സ്കീം എടുക്കുന്നതാണ് ടാക്സ് പെയറുടെ കംപ്ലയൻസ് കോസ്റ്റ് കുറക്കാൻ ചാൻസ് ഉള്ളത്? അതായത് നിങ്ങളൊരു സ്മോൾ ടാക്സ് പെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെടുക്കുന്നതാണ് നല്ലത്? നോർമൽ ആണോ കോമ്പോസിഷൻ ആണോ? കമന്റ്. കോമ്പോസിഷൻ അല്ലേ? കാരണം എന്താ? മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ GST പ്രാക്ടീഷണർക്ക് പൈസ കൊടുക്കണ്ടേ? ഇത് ഇയർലി ചെയ്താൽ മതി, വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. മാസാമാസം ടാക്സ് അടക്കുന്നുണ്ടെന്ന് ആണെങ്കിലും എഗെയിൻ GST പ്രാക്ടീഷണർക്ക് പൈസ കൊടുക്കണ്ടേ? അത് ക്വാർട്ടർലി കൊടുത്താൽ മതി. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെറുതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാലിയോ, സോഹോ ബുക്സോ, സേപ്പോ പോലെയുള്ള സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യണം. അതിന്റെ പൈസ ലാഭിക്കാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ആവശ്യമില്ല. ഇനി ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അതിന് പകരം ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ബിൽ ഓഫ് സപ്ലൈ ജനറേറ്റ് ചെയ്താൽ മതി. ഇത് വലിയൊരു ബെനിഫിറ്റ് ആണ്. ആർക്കാന്നറിയോ? ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഡീലർ ആണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. അപ്പൊ തന്നെ മനസ്സിലാക്കാം, ദിസ് ഈസ് ആൻ ഓപ്ഷണൽ ഫെസിലിറ്റി. ഓപ്ഷണൽ സ്കീമാണ്, നോട്ട് മാൻഡേറ്ററി. വേണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെ ഓപ്ഷണൽ സ്കീമിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബെനിഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന അർത്ഥം. മാത്രമല്ല ടാക്സ് റേറ്റ് എന്ന് പറയുന്നതും കുറവായിരിക്കും. ടാക്സ് റേറ്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ 1% ആണ് ടാക്സ് റേറ്റ്. മാനുഫാക്ചറർ ആണെങ്കിലും 1% ആണ് ടാക്സ് റേറ്റ്. റെസ്റ്റോറന്റ് ആണെങ്കിൽ 5% ആണ് ടാക്സ് റേറ്റ്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മാക്സിമം 40% ആണ് ടാക്സ് റേറ്റ്. 18% ആവാം, അല്ലെങ്കിൽ 5% ആവാം, വാട്ട് എവർ. മാക്സിമം 40% ടാക്സ് റേറ്റ് നോർമൽ സ്കീമിൽ വരും. കോമ്പോസിഷൻ സ്കീം ആണെങ്കിലോ, ട്രേഡർ ആണെങ്കിൽ 1%, മാനുഫാക്ചറർ ആണെങ്കിൽ 1%, റെസ്റ്റോറന്റ് ആണെങ്കിൽ 5%. ഇതാണ് ടാക്സ് റേറ്റ്. ഓക്കെ. ഇനി ആകെയുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ ITC എടുക്കാൻ പറ്റില്ല. ITC ഈസ് ഇൻഎലിജിബിൾ. ITC എടുക്കാനായിട്ട് പറ്റില്ല. അതാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ്. കോമ്പോസിഷൻ ഡീലേഴ്സിന് ITC എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മോൾ ബിസിനസ് ഡീലേഴ്സിനാണ് കോമ്പോസിഷൻ സ്കീം കിട്ടുക എന്ന് പറഞ്ഞു. അപ്പം ആരാണ് സ്മോൾ ബിസിനസ് ഡീലേഴ്സ് എന്ന് നോക്കണ്ടേ? ഈ ആരാണ് സ്മോൾ ബിസിനസ് ഡീലേഴ്സ് എന്ന് സംസാരിക്കുന്നത് നമ്മുടെ അഗ്രഗേറ്റ് ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അഗ്രഗേറ്റ് ടേൺ ഓവർ നോക്കണം. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ എത്രയാണെന്ന് നോക്കണം. ഈ അഗ്രഗേറ്റ് ടേൺ ഓവർ ലെസ് ദാൻ 1.5 crore ആണെങ്കിൽ നിങ്ങൾ സ്മോൾ ടാക്സ് പെയർ ആണ്. അപ്പോഴും പറയുന്നു, നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ, അപ്പൊ ക്വസ്റ്റ്യനിൽ ഏത് സ്റ്റേറ്റ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഓക്കെ, അത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ 75 ലക്ഷമാണ് ലിമിറ്റ്, 1.5 crore അല്ല. 75 ലക്ഷത്തിൽ കുറവാണെങ്കിലാണ് നിങ്ങൾ സ്മോൾ ടാക്സ് പെയർ ആവാം. ക്ലിയർ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? പ്ലീസ് കമന്റ്. യെസ്, others? ഓക്കെ ആണ്. സോ കോമ്പോസിഷൻ സ്കീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ. കോമ്പോസിഷൻ സ്കീമില് അഗ്രഗേറ്റ് ടേൺ ഓവർ എത്രയാവണമെന്നാ പറയുന്നത്? ആസ് പെർ 10(1) ടാക്സ് പെയർ ഹൂസ് അഗ്രഗേറ്റ് ടേൺ ഓവർ ഇൻ പ്രസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഡസ് നോട്ട് എക്സീഡ് 1.5 crore. എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല? 1.5 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. 1.5 കോടി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്താ അവസ്ഥ? 1.5 കോടി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോമ്പോസിഷൻ സ്കീം കിട്ടില്ല. നിങ്ങൾ എവിടെ പോകേണ്ടി വരും? നോർമൽ സ്കീമിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിലോ 75 ലക്ഷമാണ് ലിമിറ്റ്. അപ്പം ഏതൊക്കെയാണ് നോർമൽ സ്റ്റേറ്റ്, ഏതൊക്കെയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് നോക്കി. 75 ലക്ഷം ലിമിറ്റ് ഉള്ള
സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്. ഇത്രയും സ്റ്റേറ്റുകൾക്കാണ് 75 ലക്ഷത്തിന്റെ ലിമിറ്റ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് നോക്കണം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റും ഹിമാചൽ പ്രദേശും ആസാമും ജമ്മു കാശ്മീരും, അതായത് അതർ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേരള, കർണാടക, തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളും ഹിമാചൽ പ്രദേശ്, ആസാം, ജമ്മു ആൻഡ് കാശ്മീർ പോലെയുള്ള സ്റ്റേറ്റുകളും ഒക്കെ 1.5 കോടിയാണ് ലിമിറ്റ്. 1.5 crore ആണ് ലിമിറ്റ്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ടേൺ ഓവർ ഈ 1.5 കോടിയോ 75 ലക്ഷമോ എക്സീഡ് ചെയ്യാൻ പാടില്ല. 1.5 കോടി വരെ അല്ലെങ്കിൽ 75 ലക്ഷം വരെ നമുക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് പറ്റും. മനസ്സിലാക്കുക. അപ്പം ടേൺ ഓവർ ലിമിറ്റ് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. 1.5 കോടി ഒന്നുകിൽ 1.5 കോടിയിൽ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ 1.5 കോടി ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 crore അല്ലെങ്കിൽ 75 lakhs. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മൾ അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുമ്പോൾ ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യരുത്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അഗ്രഗേറ്റ് ടേൺ ഓവർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അറിയണം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ടാക്സിബിൾ സപ്ലൈസും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എല്ലാ എക്സംപ്റ്റഡ് സപ്ലൈസും നമുക്ക് ആഡ് ചെയ്യാം. എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ബിറ്റ്വീൻ പേഴ്സൺ ഹാവിംഗ് സെയിം പെൻ, അതായത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ തമ്മിലുള്ള ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്താണെന്ന് അറിയാലോ, ഒരു ബാങ്ക് കാർഡിന്റെ അണ്ടറിൽ 2 രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരെ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്നാണ് വിളിക്കുക. അവർ തമ്മിൽ എന്തെങ്കിലും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. പിന്നെ ഓൾ ഇന്ത്യ ബേസിസിലാണ്, നിങ്ങളുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനത്തിലെയും ഡീറ്റെയിൽസ് ആണ് ഇത് ആഡ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യരുത് എന്നും അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ? GST ആൻഡ് കോമ്പൻസേഷൻ സെസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യരുത്. നമ്മൾ GST കാണാനാ പോകുന്നതല്ലേ, അപ്പൊ പിന്നെ നമുക്ക് GST ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദെൻ വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ അണ്ടർ RCM, അതായത് RCM പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യരുത്. RCM പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? RCMൽ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചില്ലേ. സേ ഇൻഷുറൻസ് ഏജന്റ് ബാങ്കിന് സർവീസ് കൊടുക്കുന്നു, നമ്മൾ പഠിച്ചതല്ലേ. ഇൻഷുറൻസ് ഏജന്റ് ബാങ്കിന് എന്താണ് സർവീസ് കൊടുക്കുമ്പോൾ ആർക്കാ പർച്ചേസ്? ബാങ്കിന് ഇത് പർച്ചേസ് അല്ലേ. അപ്പൊ ബാങ്കിന്റെ അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുന്ന സമയത്ത് RCM പർച്ചേസസ് ഈ കമ്മീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു 1 lakh rupees ആണെന്ന് വിചാരിക്കുക. ഈ 1 lakh rupees ബാങ്കിന്റെ ടേൺ ഓവർ ആയിട്ട് ആഡ് ചെയ്യരുത്. കാരണം RCM പർച്ചേസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആണ്, ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ അണ്ടർ RCM, റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജിന് ടാക്സ് അടച്ചു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളുടെ ടേൺ ഓവർ അല്ല. ടേൺ ഓവർ ആരുടെയാ? ഈ 1 lakh ആരുടെ ടേൺ ഓവറാ? ഇയാളുടെ ടേൺ ഓവർ അല്ലേ. ഇയാളുടെ ടേൺ ഓവർ ആണെങ്കിലും ടാക്സ് ബാങ്ക് അടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ബാങ്കിന്റെ ടേൺ ഓവർ അല്ല 1 lakh. 1 lakh ടേൺ ഓവർ ആരെയാ? നമ്മുടെ ഈ വ്യക്തിയുടെയാണ്, ഈ ഏജന്റിന്റെയാണ് ടേൺ ഓവർ. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. ഇൻട്രസ്റ്റ്, ഓക്കെ, ഓർ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇവിടെ ഉണ്ടാവും ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം. എന്തെങ്കിലും, അതായത് ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ഉണ്ടെന്നാണെങ്കിൽ അതും ആഡ് ചെയ്യരുത് എന്നർത്ഥം. ബാങ്ക് ഇൻട്രസ്റ്റോ ബാങ്ക് ഡിസ്കൗണ്ടോ ആണ് ഉദ്ദേശിക്കുന്നത്, ആഡ് ചെയ്യരുത് എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ടാക്സബിൾ സപ്ലൈസും എക്സംപ്റ്റഡ് സപ്ലൈസും നമ്മൾ പറഞ്ഞു. ഇതിൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കിയേ. എക്സംപ്റ്റഡ് സപ്ലൈ ഇൻക്ലൂഡ്സ് നിൽ റിട്ടേൺ വിച്ച് മേ ബി ഹോളി എക്സംപ്റ്റഡ് ഓർ നോട്ട്. പിന്നെ ഇൻക്ലൂഡ്സ് നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽ റേറ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ഇനി ഹോളി എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ 12/2017 എക്സംപ്ഷൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. 5+1 പ്രൊഡക്റ്റ്, നമ്മുടെ ആൽക്കഹോളിക് ലിക്കർ അടങ്ങുന്ന പെട്രോളിയം പ്രൊഡക്ട്സ് അടങ്ങുന്ന പ്രൊഡക്ട്സും എന്താണ്, എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വിറ്റിട്ട് പൈസ കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ അഗ്രഗേറ്റഡ് ആണ് ഓവറിൽ ആഡ് ചെയ്യണം. അത് ടാക്സിബിൾ ആയിക്കോട്ടെ, എക്സംപ്റ്റഡ് ആയിക്കോട്ടെ, എക്സംപ്റ്റഡിൽ തന്നെ GSTയുടെ പെർസ്പെക്റ്റീവിൽ വരാത്ത ഗുഡ്സ് ആയിക്കോട്ടെ ആഡ് ചെയ്യണം. എക്സ്പോർട്ട് ഉണ്ടെങ്കിലും ആഡ് ചെയ്യണം. ഇന്റർ സ്റ്റേറ്റ് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഓൾ ഇന്ത്യ ബേസിസിൽ എല്ലാ ബിസിനസ് സ്ഥാപനത്തിലുള്ളത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യേണ്ടാത്തത് എന്ത് മാത്രമേ ഉള്ളൂ? GSTയോ കോമ്പൻസേഷൻ സെസ്സോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. RCMലെ പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. ക്ലിയർ ആണോ? ഇനി ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത് ഏത് ഇയറിലെയാ? കറണ്ട് ഇയറിലെ ആണോ? അല്ല, അഗ്രഗേറ്റഡ് ആണോ നമ്മൾ പ്രീവിയസ് ഇയറിലെയാണ് കാണുക. ക്ലിയർ ഓർ നോട്ട്? പ്ലീസ് കമന്റ്. യെസ്, അതേഴ്സ് ഓക്കെ ആണ്. സോ ലിസൺ, കോമ്പോസിഷൻ സ്കീമില് ഒരു കണ്ടീഷൻ അവിടെ നിങ്ങൾ പഠിക്കും. അതായത് ഇപ്പം ഇവിടെ ഡിസഡ്വാൻറ്റേജസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ലിമിറ്റഡ് ടെറിട്ടറി ഓഫ് ബിസിനസ്. ദാറ്റ് ഈസ് എ ഡീലർ ഈസ് ബാർഡ് ഫ്രം ക്യാരിങ് ഔട്ട് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. അതായത് ഈ ഒരു പോയിന്റ് ഞാൻ എന്തിനാ ഇപ്പൊ എടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുമ്പോൾ എല്ലാവരും തെറ്റിച്ച് വെക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പോയിന്റിലുള്ള കൺഫ്യൂഷൻ.
എന്താ ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളിവിടെ പറഞ്ഞു സ്മോൾ ടാക്സ് പെയർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നല്ലേ നമ്മൾ പറഞ്ഞേ. നിങ്ങൾ സ്മോൾ ടാക്സ് പെയർ ആണെങ്കിലല്ലേ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്മോൾ ടാക്സ് പെയർ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കാലിക്കറ്റ് ഉള്ള ഒരു സ്മോൾ ടാക്സ് പെയർ ആണ് നിങ്ങൾ. ഓക്കെ, കാലിക്കറ്റ് ഉള്ള ഒരു സ്മോൾ ടാക്സ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ എന്താ പറയാ പലചരക്ക് കടയോ ഹോട്ടലോ ഒക്കെ ആയിരിക്കില്ലേ. ഇയാള് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലെ ചെറിയൊരു ഗ്രാമപ്രദേശത്തുള്ളൊരു ബിസിനസ് ആയിരിക്കും. ഈ ബിസിനസ്സിന്ന് കാലിക്കറ്റും വിട്ട് കേരളവും വിട്ട് ഇയാൾ തമിഴ്നാട്ടിലെ ഒരാൾക്ക് ഒരു സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈസ് ദാറ്റ് ഇയാളൊരു സ്മോൾ ടാക്സ് പെയർ ആണോ? ഒരു ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഒരു സ്മോൾ ടാക്സ് പെയർ ആണോ? ഒരിക്കലുമല്ല. കാരണം എന്താ, ഇയാള് സ്മോൾ ടാക്സ് പെയർ എന്ന് പറഞ്ഞിട്ട് 1.5 കോടിയുടെ താഴെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ബെനിഫിറ്റ് നമ്മൾ ഇയാൾക്ക് കൊടുത്തത് തന്നെ ഇയാളുടെ കംപ്ലയൻസ് കോസ്റ്റ് ഒക്കെ കുറക്കാനാ. എന്നിട്ട് ഇയാൾ കാലിക്കറ്റുള്ള ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് പാളയം മാർക്കറ്റിലെ ഒരു ചെറിയൊരു ഷോപ്പാണെന്ന് വിചാരിക്കും. ഇയാള് ആർക്കാ സെയിൽ ചെയ്യുന്നത്? തമിഴ്നാട്ടിലുള്ള ഒരാൾക്കാ സെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആരല്ല, നോർമൽ എന്തല്ല സ്മോൾ ടാക്സ് പെയർ അല്ല, ഇയാൾ ഒരു ഹ്യൂജ് അല്ലെങ്കിൽ ഒരു വലിയൊരു ബിഗ് ഫിഷ് ആണ് എന്നർത്ഥം, വലിയൊരു കോർപ്പറേറ്റ് ആണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. അപ്പൊ ആർക്കാ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റാതെ? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്യുന്നവർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണേ, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്യുന്നവർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഇവിടെ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇയാള് സ്വാഭാവികമായിട്ടും ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടായിരിക്കില്ലേ സെയിൽ ചെയ്യുന്നുണ്ടാവുക. ആരുടെയോ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടല്ലേ ഈ ഷോപ്പിൽ വെച്ച് സെയിൽ ചെയ്യുക. ഇയാള് പർച്ചേസ് ചെയ്യുന്നത് രാജസ്ഥാനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ചെറിയ പൈസക്ക് രാജസ്ഥാനിൽ ഡ്രസ്സ് കിട്ടും ഇയാൾക്കറിയാം. അതുകൊണ്ട് രാജസ്ഥാനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് കാലിക്കറ്റിൽ നിന്ന് സെയിൽ ചെയ്യുന്നു. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ കോമ്പോസിഷൻ സ്കീം കിട്ടുമെന്നാണ് ചോദ്യം. ആൻസർ ഈസ് യെസ്. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ കോമ്പോസിഷൻ സ്കീം എടുക്കാം. ശ്രദ്ധിച്ചു നോക്കണേ, ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ കോമ്പോസിഷൻ സ്കീം എലിജിബിൾ ആണ്. ഓക്കെ, കോമ്പോസിഷൻ സ്കീം ഈസ് എലിജിബിൾ. ഇനി ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ കോമ്പോസിഷൻ സ്കീം എലിജിബിൾ ആണോ? കോമ്പോസിഷൻ സ്കീം ഈസ് നോട്ട് എലിജിബിൾ. കാര്യം കത്തിയോ? ഈസ് നോട്ട് എലിജിബിൾ. കാര്യം കത്തിയോ? അപ്പൊ ഇന്റർ സ്റ്റേറ്റിന്റെ കേസിൽ കറക്റ്റ് മനസ്സിലാക്കുക. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ എന്താ, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ എന്താ. പർച്ചേസ് ആണെങ്കിൽ എലിജിബിൾ ആണ്, സെയിൽ ആണെങ്കിൽ നോട്ട് എലിജിബിൾ ആണ്. ക്ലിയർ ഓർ നോട്ട്? ഇനി ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ എവിടെയാണെന്നറിയോ? ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എവിടെയാ ഇതിന്റെ കൺഫ്യൂഷൻ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അഗ്രഗേറ്റ് ടേൺ ഓവർ കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇതിലെ വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ ഇൻട്രാ സ്റ്റേറ്റ് 55 ലക്ഷം, വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ ഇന്റർ സ്റ്റേറ്റ് 16 ലക്ഷം. എന്റെ ക്വസ്റ്റ്യൻ ഈ 55 ലക്ഷവും 16 ലക്ഷവും എടുക്കുവോ, അതോ 55 ലക്ഷം മാത്രമാണോ എടുക്കുക, അതോ 16 ലക്ഷം മാത്രമാണോ എടുക്കുക? എന്റെ ചോദ്യം ഇത് രണ്ടും എടുക്കുമോ എന്നാണ് ചോദ്യം. അഗ്രഗേറ്റഡ് ടേൺ ഓവർ കാണുമ്പോൾ ഇത് രണ്ടും എടുക്കുമോ എന്നാണ് ചോദ്യം. രണ്ടും ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ ആണ്, ദാറ്റ് ഈസ് രണ്ടും സെയിലാണ്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റും ഒന്ന് ഇന്റർ സ്റ്റേറ്റും. ഇതിൽ ഏതെടുക്കും ഏതെടുക്കില്ല എന്നാ നിങ്ങളുടെ അനുമാനം? അത് രണ്ടും എടുക്കും അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുമ്പോൾ? യെസ്, ഒരാൾ പറയുന്നു 55 ലക്ഷം എടുക്കും. നെക്സ്റ്റ് അടുത്ത ആൾ എന്ത് പറയുന്നു? കമന്റ്. നെക്സ്റ്റ് യെസ്, ദിവ്യ പറയുന്നു 55 കൊടുക്കും 16 കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള്. അമ്പത്തഞ്ച് എടുക്കും 16 എടുക്കില്ല. 55 എടുക്കും 16 എടുക്കില്ല എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ആള്. 55 മാത്രം എടുക്കും. യെസ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് പൊട്ടത്തെറ്റാണ്. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് സെയിൽ എലിജിബിൾ ആണോ അല്ലേ? അതെങ്ങനെ തെറ്റാവും? സാറല്ലേ ഇപ്പം പറഞ്ഞേ ഇന്റർ സ്റ്റേറ്റ് സെയിൽ എലിജിബിൾ അല്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞു. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ക്രെഡിറ്റ് എടുക്കാം, കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണ്. ശ്രദ്ധിക്കുക മക്കളെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അഗ്രഗേറ്റ് ടേൺ ഓവറിന്റെ പ്രൊവിഷൻ
ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. ഇത് ഇവിടെ ഫിക്സ് ചെയ്യണേ, ഇവിടെ തീർക്കണേ, ഇവിടെ ഫിക്സ് ചെയ്യണേ. അഗ്രഗേറ്റ് ടേൺ ഓവർ ഇൻ പ്രൊസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് 1.5 crore. അതായത് കഴിഞ്ഞ വർഷത്തെ അഗ്രഗേറ്റ് ടേൺ ഓവർ 1.5 കോടി എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷമാണോ കോമ്പോസിഷൻ സ്കീം എടുക്കുന്നത് അതോ ഈ വർഷമാണോ? കമന്റ്. കറണ്ട് ഇയറിലാണോ കോമ്പോസിഷൻ സ്കീം എടുക്കുന്നത് അതോ കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞ വർഷത്തെ അഗ്രഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ, 1.5 കോടി എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 75 ലക്ഷം എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണോ കോമ്പോസിഷൻ സ്കീം എടുക്കുക അതോ ഈ വർഷമാണോ? കറണ്ട് ഇയർ. ഉറപ്പല്ലേ? കറണ്ട് ഇയർ. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കറണ്ട് ഇയറിലാണോ അതോ പ്രീവിയസ് ഇയറിലാണോ? കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കറണ്ട് ഇയറിലാണോ പ്രീവിയസ് ഇയറിലാണോ? അഗെയിൻ ടെൽ മീ. കറണ്ട് ഇയറിലാണോ പ്രീവിയസ് ഇയറിലാണോ? കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കറണ്ട് ഇയറിലാണോ പ്രീവിയസ് ഇയറിലാണോ? യെസ്, അവിടെയാണ് മിസ്റ്റേക്ക്. നോട്ട് പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ. കാര്യം കത്തിയോ? പ്രീവിയസ് ഇയറിലല്ല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട. കഴിഞ്ഞ വർഷം നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, കഴിഞ്ഞ വർഷം നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, ഇൻട്രസ്റ്റേറ്റ് സെയിൽ ചെയ്തോ, ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ചെയ്തോ, ഇൻട്രസ്റ്റേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്താ നോൺ ടാക്സബിൾ സപ്ലൈ ചെയ്തോ, ഐസ്ക്രീം പോലെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതും നിങ്ങൾ ചെയ്തോ. ഇതൊന്നും പ്രശ്നമല്ല പ്രീവിയസ് ഇയറിൽ. ഇതൊന്നും എപ്പോൾ ചെയ്യരുത്? കറണ്ട് ഇയറിൽ ഇതൊന്നും ചെയ്യരുത്. ഐഡിയ കത്തിയോ? പ്രീവിയസ് ഇയറിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. കോമ്പോസിഷൻ സ്കീം എടുക്കുന്നത് കറണ്ട് ഇയറിലാണ്. സോ കറണ്ട് ഇയറിലാണ് നിങ്ങൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയറിലുള്ള കണ്ടീഷൻ നമുക്ക് അറിയണ്ട. ക്ലിയർ ഓർ നോട്ട്? കമന്റ്. യെസ്, ഒന്നും കൂടെ പറയാം. ശ്രദ്ധിക്കുക. കോമ്പോസിഷൻ സ്കീം എടുക്കുമ്പോൾ, കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ചെയ്തോ എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാ? പ്രീവിയസ് ഇയറിൽ കോമ്പോസിഷൻ സ്കീം എടുക്കാനാണോ? അല്ല, കറണ്ട് ഇയറിൽ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ. എനിക്ക് ഇന്ന് കോമ്പോസിഷൻ എടുക്കണമെങ്കിൽ ഇന്നല്ലേ ഞാൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ നോക്കണ്ടേ? അല്ലാതെ ഇന്നലെ ഞാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ഞാൻ എന്ത് വേണോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്തായിരിക്കണം? ഞാൻ നല്ല മനുഷ്യനായിരിക്കണം, അല്ലേ? ഇന്ന് മുതൽ ഞാൻ നന്നാവുന്നല്ലേ പറയാം. അപ്പൊ ഇന്ന് ഞാൻ എന്തായിരിക്കണം? നല്ല മനുഷ്യനായിരിക്കണം, ഇതല്ലേ പറയാം. അപ്പൊ കറണ്ട് ഇയറിൽ കോമ്പോസിഷൻ സ്കീം എടുക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് ഇയറിൽ ഞാൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാ കണ്ടീഷൻ? ഒന്ന്, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്യരുത്. ഇന്റർസ്റ്റേറ്റ് സെയിൽ ചെയ്യരുത്, പക്ഷെ ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ചെയ്യാം. നോൺ ടാക്സബിൾ സപ്ലൈസ് നമ്മൾ സെയിൽ ചെയ്യരുത്. നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ലിക്കറും 5 പെട്രോളിയം പ്രൊഡക്റ്റും സപ്ലൈ ചെയ്യരുത്. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ആയിട്ട് പറയും, ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ പോലെയുള്ള ഐറ്റംസ് ഒന്നും മാനുഫാക്ചർ ചെയ്യരുത്. ഐസ്ക്രീം, ടൊബാക്കോ, എയറേറ്റഡ് വാട്ടർ, ബ്രിക്സ്, ഇതേപോലെയുള്ള കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ കാണും. ഇതൊന്നും മാനുഫാക്ചർ ചെയ്യരുത്, സെയിൽ ചെയ്യാം. മാനുഫാക്ചർ ചെയ്യരുത്. ഇതൊക്കെ ചെയ്തവർക്ക് കോമ്പോസിഷൻ സ്കീം കിട്ടില്ല. അപ്പൊ ഇതൊക്കെ എപ്പോൾ ചെയ്യരുത് എന്നാ പറയുന്നത്? കറണ്ട് ഇയറിൽ ചെയ്യരുത്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ എങ്ങനെയെങ്കിലും എഴുതി വെക്കണേ. കറണ്ട് ഇയറിൽ ഇതൊന്നും ചെയ്യരുത്. പക്ഷെ പ്രീവിയസ് ഇയറിൽ ചെയ്താൽ പ്രശ്നമുണ്ടോ? പ്രീവിയസ് ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അഗെയിൻ ക്വസ്റ്റ്യൻ ഈസ് സെയിം, റിപ്പീറ്റിംഗ്. ഈ ക്വസ്റ്റ്യനിൽ അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുന്നത് പ്രീവിയസ് ഇയറിലെ അഗ്രഗേറ്റ് ടേൺ ഓവർ ആണോ അതോ കറണ്ട് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ ആണോ? പ്രീവിയസ് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ ആണോ അതോ കറണ്ട് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ ആണോ? പ്രീവിയസ് ഇയർ. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ കാണുമ്പോൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ടെൽ മീ. യെസ് ഓർ നോ? നോക്കേണ്ട ആവശ്യമില്ല. യെസ്. നൗ ടെൽ മീ, ഇവിടെ 55 ലക്ഷം എടുക്കുവോ അതോ 16 ലക്ഷം എടുക്കുവോ അതോ രണ്ടും എടുക്കുവോ? അമ്പത്തഞ്ച് ലക്ഷം എടുക്കുവോ 16 ലക്ഷം എടുക്കുവോ അതോ 2 ലക്ഷം രണ്ടും എടുക്കുവോ? യെസ്, ബോത്ത്. പ്രോബ്ലം സോൾവ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അഗ്രഗേറ്റ് ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് ടാക്സബിൾ സപ്ലൈ ആയിക്കോട്ടെ, എക്സംപ്റ്റഡ് സപ്ലൈ ആയിക്കോട്ടെ, ഔട്ട്വേർഡ് സെയിൽ ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് എടുക്കാം. അഗ്രഗേറ്റ് ടേൺ ഓവറിന്റെ ഫോർമാറ്റ് മാത്രം നോക്കാം. അപ്പൊ അവിടെ എടുക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാ? ഇവിടെ എന്തൊക്കെയാ എടുക്കാൻ പാടില്ലാത്ത? വാല്യൂ ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് എടുക്കുമെന്ന് പറഞ്ഞു. ഔട്ട്വേർഡ് സപ്ലൈസ് ഇൻട്രസ്റ്റേറ്റ് എടുക്കുവോ? അതും എടുക്കുമെന്ന് പറഞ്ഞു. എക്സംപ്റ്റഡ് സപ്ലൈ എടുക്കൂലേ? ടെൽ മീ. യെസ് ഓർ നോ? എക്സംപ്റ്റഡ് സപ്ലൈ എടുക്കൂലേ? യെസ്, എടുക്കും. Then amount received as interest on loan and advance എടുക്കൂലേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അഗ്രഗേറ്റഡ് ടേൺ ഓവർ കാണുമ്പോൾ ഇൻട്രസ്റ്റ് എടുക്കൂല. യെസ്. വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് എടുക്കുവോ? ഇല്ല, അതും എടുക്കൂല. ദെൻ വാല്യൂ ഓഫ് എക്സ്പോർട്ട് എടുക്കുവോ?
യെസ്, സിമ്പിൾ. അഗ്രഗേറ്റഡ് ടേൺ ഓവർ കണ്ടുപിടിച്ചു. ഓക്കെ, അഗ്രഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിച്ചു, 7 മാർക്കും കിട്ടി. ഇവിടെ 7 മാർക്കും പിള്ളേരുടെ അടുത്ത് പോവാനുള്ള റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മിസ്അണ്ടർസ്റ്റാൻഡിങ്. കറണ്ട് ഇയറിലുള്ള എന്താണ് അഗ്രഗേറ്റഡ് ടേൺ ഓവർ, സോറി പ്രീവിയസ് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ നോക്കിയിട്ട് കോമ്പോസിഷൻ സ്കീം എടുക്കുന്നത് കറണ്ട് ഇയറിലാണ്. സോ കറണ്ട് ഇയറിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രീവിയസ് ഇയറിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയണ്ട. ക്ലിയർ? ഇനി ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കാൽക്കുലേഷൻ ഓഫ് അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട് ടാബിൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ പെർട്ടിക്കുലേഴ്സിൽ എഴുതണം. ഓക്കെ, അത് ഇൻട്രസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ, ഇൻട്രസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ എന്തും എഴുതണം, ഇൻട്രസ്റ്റ് എടുക്കില്ലല്ലോ എന്നാലും എഴുതണം. എന്നിട്ട് എമൗണ്ട് കോളത്തിൽ ഒരു വരയിട്ട് വെക്കാം. ഓക്കെ, പ്രസന്റേഷൻ ആണ് പറയുന്നത്. ഇനി RCM പർച്ചേസ് എടുക്കില്ലല്ലോ, എന്നിരുന്നാലും വരയിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ എടുക്കാത്തതും നിങ്ങൾ എന്ത് ചെയ്യണം, പെർട്ടിക്കുലേഴ്സിന്റെ ഭാഗമായിട്ട് എഴുതണം. എമൗണ്ട് കോളം നില്ലിട്ട് വെച്ചാൽ മതി. സെറ്റല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, കോമ്പോസിഷൻ സ്കീമിന്റെ പ്രൊവിഷൻ എഴുതിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്താ പ്രൊവിഷൻ? ആസ് പെർ സെക്ഷൻ 10 ഓഫ് CGST ആക്ട്. സബ്സെക്ഷൻ അറിയാമെങ്കിൽ സബ്സെക്ഷൻ അറിയാം. 10(1) എഴുതുക. 10(1) എന്നുള്ളത് അറിയാമെങ്കിൽ അത് എഴുതാം. CGST ആക്ട് എന്താ എഴുതാം? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരെ പറ്റിയിട്ടാ പറയുന്നത്? മിസ്റ്റർ ജിതേഷ് രജിസ്റ്റേർഡ് അണ്ടർ GST ഇൻ ലോ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആണ്. രാജസ്ഥാൻ നോർമൽ സ്റ്റേറ്റ് ആണോ, എന്താണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണോ? ഈ രാജസ്ഥാനിലുള്ള എന്താണ് ജിതേഷിന്റെ ടേൺ ഓവർ ലിമിറ്റ് എത്രയാ? 1,75,00,000. രാജസ്ഥാൻ സ്പെഷ്യൽ കാറ്റഗറി ആണോ, നോർമൽ ആണ്? യെസ്, നോർമൽ ആണ്. 1.5 crore ആണ്. സോ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ആസ് പെർ സെക്ഷൻ എന്താണ് 10 ഓഫ് CGST ആക്ട്. എ പേഴ്സൺ ഈസ് എന്താ എഴുതാം? നമ്മുടെ ഈ സാധനമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ദാറ്റ് ഈസ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. The person is eligible for composition scheme if his aggregated turnover is in preceding financial year not exceeding or less than 1.5 crore. If he is in special category state, his turnover limit will be 75 lakhs. ഇത്ര എഴുതി വെക്കാം. എന്നിട്ട് അതിന്റെ താഴെ എന്ത് എഴുതാം? Here Mr. Jitesh of Rajasthan is not in special category state. Therefore, his aggregate turnover limit will be 1.5 crore. ഇത്രയും എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ എന്ത് ചെയ്യുക? ടേബിൾ വരക്കാം. ഓക്കെ, അതിന്റെ താഴെ ടേബിൾ വരക്കാം. ടേബിൾ വരച്ചിട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ 1 by 1 എന്താണോ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് അത് അതേ ഓർഡറിൽ നിങ്ങൾ എഴുതുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇത്രയും ഐറ്റംസ് നിങ്ങൾ എഴുതിയതിന് ശേഷം ടോട്ടൽ ചെയ്യുക. അഗ്രഗേറ്റ് ടേൺ ഓവർ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ആഡ് ചെയ്തേ. അഗ്രഗേറ്റ് ടേൺ ഓവർ എത്രയാ നോക്കി. അഗ്രഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കുക. കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. What if current year turnover exceeds 1.5 crore? Current year turnover 1.5 crore exceed ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് കറണ്ട് ഇയർ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. 2026-ൽ 1.5 കോടി എക്സീഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. 1.5 കോടി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയോ? 2027-ൽ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പോകില്ലേ? കോമ്പോസിഷൻ സ്കീം കിട്ടില്ല. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, 2026-ൽ എപ്പോഴാണോ എന്താണ് ഈ 1.5 കോടി എക്സീഡ് ചെയ്യുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ജൂലൈ മാസമാണ് 1.5 കോടി എക്സീഡ് ചെയ്യുന്നത്, ജൂലൈ 10-നാണ് 1.5 കോടി എക്സീഡ് ചെയ്യുന്നത് വിചാരിച്ചോ. ജൂലൈ 10 ഓൺവേർഡ്സ് നീ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് നോർമൽ സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് 18% അല്ലെങ്കിൽ എത്രയാണോ ടാക്സ് റേറ്റ് ആ ടാക്സ് നീ അടക്കണം.
നമ്മൾ ഈ പറഞ്ഞ കംപ്ലയൻസുകളെല്ലാം നീ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ഇയറിൽ കോമ്പോസിഷൻ കിട്ടുമോ? എഗെയിൻ കിട്ടില്ല. സാധനം കത്തിയോ? യെസ്, ഓക്കെ. സോ എത്രയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ? 1,45 lakhs ആണോ? ITC ക്ലെയിം ചെയ്യാമോ? അപ്പോ യെസ്. നിങ്ങൾ ജൂലൈയില് കൺവേർട്ട് ചെയ്താലുള്ള കാര്യമല്ലേ ചോദിക്കുന്നത്? ITC ക്ലെയിം ചെയ്യാമോ എന്നുള്ള കാര്യം? ചെയ്യാം. ജൂലൈയില് നിങ്ങളുടെ ടേൺ ഓവർ എക്സീഡ് ചെയ്തു. ടേൺ ഓവർ എക്സീഡ് ചെയ്തപ്പോൾ നിങ്ങൾ കോമ്പോസിഷനിൽ നിന്ന് നോർമലിലേക്ക് മാറുകയാണെങ്കിൽ GST ഓഫർ ചെയ്യുന്ന സകലമാന ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് എടുക്കാം. ITC ക്ലെയിം ചെയ്യാം. പക്ഷെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, റിട്ടേൺ മന്ത്ലി ഫയൽ ചെയ്യണം, എന്ത് ചെയ്യണം? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, സകലമാന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. യെസ്. അപ്പം അഗ്രഗേറ്റ് ടേൺ ഓവർ ഈസ് 1,45 lakhs ആണ്. യെസ്, ടെൽ മീ, കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണോ അല്ലേ? യെസ്, എലിജിബിൾ ആണ്. അപ്പം നമ്മുടെ ആൻസർ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ടേബിള് വരച്ചു. ടേബിള് വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അഗ്രഗേറ്റ് ടേൺ ഓവർ 1,45 lakhs എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നമ്മൾ എഴുതണം. എന്ത് എഴുതണം? യെസ്, എലിജിബിൾ ആണ് എന്നുള്ളത് എഴുതണം. ഹിയർ അഗ്രഗേറ്റ് ടേൺ ഓവർ ഓഫ് Mr. Jidesh is 1,45 lakhs, which is less than the limit. Less than the limit. അപ്പൊ ചോദ്യം സാറേ, ലെസ് ദാൻ ദ ലിമിറ്റ് എന്ന് എഴുതിയാൽ മതിയോ? ആ ലിമിറ്റ് അവിടെ സ്പെസിഫൈ ചെയ്യണ്ടേ? അതാണ് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്തത്. നമ്മൾ ആദ്യം മേളിൽ ഇത് എഴുതുന്നതിന് മുന്നേ നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലേ ഇയാളുടെ ലിമിറ്റ് 1.5 കോടി ആണെന്നുള്ളത്? അത് മേളിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ 1.5 കോടിയാണ് ലിമിറ്റ് എന്നുള്ളത് പറയണം. എഗെയിൻ നമ്മൾ എടുത്തിട്ട് ലിമിറ്റ് 1.5 കോടിയാണെന്ന് പറയുന്നില്ല. ലെസ് ദാൻ ദ ലിമിറ്റ്. Therefore, Mr. Jidesh is eligible for composition scheme. Eligible for composition scheme in the current financial year. In the current ഫിനാൻഷ്യൽ ഇയർ. മക്കളെ വളരെ ശ്രദ്ധിക്കുക. കോമ്പോസിഷൻ സ്കീമില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും, കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും. ഓക്കെ, അതിന്റെ പ്രശ്നം നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ? അതുകൊണ്ട് കോമ്പോസിഷൻ സ്കീം കറണ്ട് ഇയറിലാണ് എലിജിബിൾ എന്നുള്ളത് കറക്റ്റ് അവിടെ എഴുതി വെക്കണം. ഇത് തെറ്റിയാ പോയി. ഓക്കെ, കറണ്ട് ഇയറിലാണ്, കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലാണ് നമുക്ക് കോമ്പോസിഷൻ സ്കീം എലിജിബിൾ ആണ് എന്നുള്ളത് കറക്റ്റ് ഏറ്റവും താഴെ കോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും എഴുതിയാൽ 7 മാർക്ക്. ഡൺ. കമന്റ് ചെയ്യൂ. ഓക്കെ ആണോ? ഇനി ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഇല്ല, ചെയ്യില്ല. ചെയ്താൽ തീർന്നു. ഇനി ഈ വർഷം, അതായത് എലിജിബിൾ ആയല്ലോ, ഇനി ഈ വർഷം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യരുത്. ചെയ്ത അപ്പൊ എലിജിബിലിറ്റി പോകും. ഇനി ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്യരുത്. അതേപോലെ എന്ത് ചെയ്യരുത്? ITC എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ചെയ്യാം, പർച്ചേസ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി മാനുഫാക്ചറർ ഓഫ് ഐസ്ക്രീമോ ടൊബാക്കോ പാൻ മസാലയോ ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. ഫുൾ റെസ്ട്രിക്റ്റഡ്. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. കോമ്പോസിഷൻ സ്കീം ഞാൻ എടുത്തു. ഓക്കെ, ഇപ്പൊ ഞാൻ 1% ആണ് ടാക്സ് അടക്കുന്നത്. ട്രേഡർ ആണ്. പക്ഷെങ്കിലേ ഞാൻ RCMൽ ടാക്സ് അടക്കാൻ ലയബിൾ ആയി. ഓക്കെ, സാധനം കത്തിയോ? അതായത് ഞാനൊരു ബാങ്കാണ്. ഞാൻ കോമ്പോസിഷൻ സ്കീം എടുത്തു. ഞാൻ ബാങ്ക് കൊടുക്കുന്ന എല്ലാ സർവീസസിന്റെ, അതായത് ഞാനായിട്ടുള്ള ബാങ്ക് കൊടുക്കുന്ന എല്ലാ സർവീസിനും ഞാൻ 1% ആണ് ടാക്സ് എടുക്കുന്നത്. പക്ഷെങ്കിൽ എനിക്കൊരു ഇൻഷുറൻസ് ഏജൻസി സർവീസ് തന്നു. ഞാൻ RCMൽ ടാക്സ് അടക്കാൻ ലയബിൾ ആയി. എന്റെ ചോദ്യം, ഈ ബാങ്ക് RCMൽ ലയബിൾ ആയി കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ കേസ്, അതായത് ബാങ്ക് ആ ഏജന്റിന് കൊടുക്കുന്ന 10 ലക്ഷം രൂപയുടെ ടാക്സ് ബാങ്ക് അടക്കണ്ടേ RCM പ്രകാരം? അതല്ലേ നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചേ? അങ്ങനെയാണെങ്കിൽ ഈ 10 ലക്ഷം എന്നുള്ള എമൗണ്ടിന്റെ മുകളിലുള്ള ടാക്സ് ഒരു 1,80,000 ആണെന്ന് വിചാരിച്ചോ. നോർമൽ സ്കീമിൽ 18% എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം, ഇത്
ഈ ബാങ്ക് 1% അടച്ചാൽ മതിയോ അതോ ഈ 18% അടക്കണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സോറി, ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് അഗ്രഗേറ്റ് ടേൺ ഓവർ എടുക്കാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ പറയാം. യൂസ് പറയാം. നല്ല പേര്. ഓക്കെ, എൻ്റെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഐ റിപ്പീറ്റ്, ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങൾ RCM-ൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഒരാളാണ്. നിങ്ങളൊരു ബാങ്ക് ആണെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് അടക്കുന്നത് 1% ആയിരിക്കില്ലേ? 1% ആയിരിക്കും. ബാങ്ക് കൊടുക്കുന്ന എല്ലാ സർവീസിന്റെയും 1% ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരു ഇൻഷുറൻസ് ഏജന്റ് വരുന്നു, ഏജൻസി സർവീസ് തരുന്നു. ഏജന്റിന് നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്തു. അതിന്റെ മേളിൽ 1,80,000 രൂപയാണ് ടാക്സ് നോർമലി വരേണ്ടത്. എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ 1% ആണോ ഇയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക അതോ നോർമലി ഉള്ള 18% കളക്ട് ചെയ്യോ? ആൻസർ ഈസ് യെസ്, 18% കളക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിലും 18% അടക്കണം. അപ്പൊ ഈ കോമ്പോസിഷൻ ഡീലേഴ്സിന് RCM ആപ്ലിക്കബിൾ അല്ല. ഇൻ കേസ് നിങ്ങൾ RCM-ൽ പെട്ടാൽ നിങ്ങൾ നോർമൽ റേറ്റിൽ ടാക്സ് അടക്കണം. അതിന് ITC കിട്ടും. ഓക്കെ, RCM-ൽ നോർമൽ റേറ്റിൽ നിങ്ങൾ ടാക്സ് അടക്കണം. സാധനം കത്തിയോ? അത് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. Whether the person is liable to pay tax under RCM under normal rate. Yes, നിങ്ങൾ RCM-ൽ കവേർഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നോർമൽ റേറ്റിൽ ടാക്സ് അടക്കേണ്ടി വരും. അവിടെ 1% റേറ്റ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ ആണോ? പ്ലീസ് കമന്റ്. ഓക്കെ ആണോ? കമന്റ് ചെയ്യാമോ? ഓക്കെ, സോ അഗ്രഗേറ്റ് ടേൺ ഓവറിന്റെ ഒരു ഡൗട്ട് ചോദിച്ചു. അഗ്രഗേറ്റ് ടേൺ ഓവറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുക? സിംപ്ലി പറഞ്ഞാൽ അഗ്രഗേറ്റ് ടേൺ ഓവറിൽ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും അവിടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് വരുമാനമാണല്ലോ ടേൺ ഓവർ, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണല്ലോ അവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വരുമാനം വരുന്നുണ്ട് അതൊക്കെ ആഡ് ചെയ്യണം. വിച്ച് മീൻസ് അത് ടാക്സിബിൾ സപ്ലൈ ആണെങ്കിൽ ആഡ് ചെയ്യണം. അവിടെ ഇൻട്രാ ആയിക്കോട്ടെ ആഡ് ചെയ്യണം. എക്സംപ്റ്റഡ് സപ്ലൈയിൽ എന്ത് വന്നാലും ആഡ് ചെയ്യണം. അത് നോൺ ടാക്സിബിൾ സപ്ലൈ ആയിക്കോട്ടെ, നിൽ റേറ്റഡ് ആയിക്കോട്ടെ, 12/17 എക്സംപ്റ്റഡ് ആയിക്കോട്ടെ, എല്ലാം ആഡ് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആണെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇനി എന്ത് ആഡ് ചെയ്യരുത്? നമ്മൾ GST കാണാനല്ലേ പോണത്. ദെയർഫോർ GST എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യരുത്. അതേപോലെ RCM-ലെ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ടേൺ ഓവർ അല്ല. അത് ആരുടെ ടേൺ ഓവറാ? സപ്ലയറുടെ ടേൺ ഓവറാ. നമ്മൾ ആക്ച്വലി ഇത് RCM-ൽ കവേർഡ് ആയതുകൊണ്ട് ടാക്സ് അടച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ടേൺ ഓവർ അല്ല, അതും നമ്മൾ ആഡ് ചെയ്യരുത്. ഇതിന്റെ കൂടെ ഒരു ഐറ്റം കൂടിയാണ് അവിടെ വന്നത്, ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യരുത്. ക്ലിയർ ആണോ? ഡൗട്ട് ചോദിച്ചാളെ. അഗ്രഗേറ്റ് ടേൺ ഓവർ അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെ ടേൺ ഓവർ എമൗണ്ട് മാറിയില്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കട്ടെ. ഇവിടെ എവിടെയാ പോയിന്റ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ നിങ്ങൾ? എവിടെയാ ഡൗട്ട്? കമന്റ് ചെയ്താലും മതി. എവിടെയാ പാളിയെ? ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ നമുക്കില്ല. എക്സ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്തില്ലേ? എക്സ്പോർട്ട് അത് ഞാൻ നോക്കിയില്ല കേട്ടോ, ഞാൻ ആഡ് ചെയ്തില്ല. നിങ്ങൾ എക്സ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്തില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞത് ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ, ഞാൻ ആഡ് ചെയ്തില്ല. വാല്യൂ ഓഫ് എക്സ്പോർട്ട് എന്താണ്? ആഡ് ചെയ്യണം.
6,50,000 നേരത്തെ ആഡ് ചെയ്തില്ല. ഞാൻ ചാറ്റ് ബോക്സിലുള്ള എമൗണ്ട് എടുത്ത് എഴുതിയതാണ്, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അപ്പൊ അത് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,51,50,000 ആണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താവില്ല? എലിജിബിൾ ആവില്ല. പരിപാടി മാറും, കളി മാറും. ഓക്കെ, എലിജിബിൾ ആവില്ല, എലിജിബിൾ ആവില്ല. അപ്പൊ നിങ്ങൾ അതെന്താ ആഡ് ചെയ്യാതിരുന്നത്? നേരത്തെ എല്ലാവരും പറഞ്ഞത് 1,45,00,000 ആണല്ലോ, അപ്പൊ എല്ലാവരും പറഞ്ഞത്. എക്സ്പോർട്ട് ആഡ് ചെയ്യണം, എക്സ്പോർട്ട് ആഡ് ചെയ്യണം, വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് 1,5 crore എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എലിജിബിൾ അല്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഫോർമാറ്റും അതേപോലെ മാറ്റണേ. ഈസ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് മാറ്റണം പ്രസന്റേഷനിൽ. ക്ലിയർ ആണോ? പറയൂ, ഓക്കെ ആണോ? യെസ്, യെസ്. ഇത് കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മുന്നേ RCMന്റെ ക്വസ്റ്റ്യൻ എവിടെയാ വന്നത് നോക്കാം. നോക്കിയേ, മിസ്സിസ് പൂജ running a fancy store and also footwear showroom is registered under GST in the same PAN in the state of Uttarakhand. അപ്പൊ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെയാണ് രണ്ട് ബിസിനസ്സും ഉള്ളത്. ഒന്ന് ഫാൻസി സ്റ്റോർ ആണ്, മറ്റൊന്ന് ഫുട്വെയറിന്റെ ഷോറൂം ആണ്. ഓക്കെ, മിസ്സിസ് പൂജ ഇസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ആൾ ഇന്റർ സ്റ്റേറ്റ് സെയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഹെർ ടേൺ ഓവർ ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഇസ് പ്രീവിയസ് ഇയറിലുള്ള ടേൺ ഓവർ തന്നിട്ടുണ്ട്, വാസ് 50 lakhs ഫ്രം ഫാൻസി സ്റ്റോർ ആൻഡ് 45 lakhs ഫ്രം ഫുട്വെയർ ഷോറൂം. ടോട്ടല് 50 ലക്ഷം ഫാൻസി സ്റ്റോറിന്നും 45 ലക്ഷം ഫുട്വെയർ ഷോറൂമിന്നും ടേൺ ഓവർ ഉണ്ട്. ഓക്കെ, ദെൻ ടോട്ടൽ അപ്പൊ എത്ര വരും? 95 ലക്ഷമാണ് ടേൺ ഓവർ വരുന്നത്. Then, as per the provisions of GST law, examine the issue and provide the answers with the supporting explanatory note to the following. അപ്പം ഇതുവരെ നമ്മൾ ഈ ഫോളോയിങ് ഒന്നും വായിക്കാതെ ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടൊന്ന് പറഞ്ഞേ, ദാറ്റ് ഈസ് ഇയാൾ എലിജിബിൾ ആണോ അല്ലേ? യെസ്, സിംപ്ലി പറയാം അല്ലേ, എലിജിബിൾ ആണ്. ഇനി ഫോളോയിങ് ഒന്ന് വായിച്ചു നോക്കാം, എന്താ പറയുന്നത് നോക്കാം. ഈസ് മിസ്സിസ് പൂജ ഈസ് എലിജിബിൾ ടു ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 23-24? ആൻസർ ഈസ് യെസ്, എലിജിബിൾ ആണ്. ഒരു പ്രശ്നവുമില്ല, കാരണം ടേൺ ഓവർ എന്ത് ചെയ്തിട്ടില്ല, എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എക്സാമിന് ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ജസ്റ്റ് എലിജിബിൾ എന്ന് മാത്രം എഴുതി വെക്കരുത് കേട്ടോ, മാർക്കൊന്നും തരില്ല. അപ്പൊ ആദ്യം നിങ്ങൾ പ്രൊവിഷൻ എഴുതണം. പ്രൊവിഷൻ എഴുതിയതിന് ശേഷം ഇൻ ദിസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹിയർ എന്ന് പറഞ്ഞിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ. അങ്ങനെയാണെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വെദർ, എന്തോ ഒരു പണി വരുന്നുണ്ട്. ഓക്കെ, whether it is possible for Mrs. Pooja to opt composition scheme only for fancy store and normal scheme for footwear showroom. അതൊരു പ്രശ്നമാണല്ലോ. അതായത് പൂജക്ക് എന്താ വേണ്ടെന്ന് അറിയോ? പൂജക്ക് രണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഒന്ന് ഫാൻസി സ്റ്റോറും മറ്റൊന്ന് എന്താ ഫുട്വെയർ ഷോറൂം. പൂജ പറയാണ് ഫുട്വെയർ ഷോറൂമിന് എനിക്ക് നോർമൽ സ്കീം മതി. അങ്ങനെയല്ല പറയുന്നത്, നോർമൽ സ്കീം ഫോർ ഫുട്വെയർ ഷോറൂം. ഫുട്വെയർ ഷോറൂമിൽ കുറെ മെഷീൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ഇതിനൊക്കെ എനിക്ക് ITC വേണം. അപ്പൊ പിന്നെ എനിക്ക് ഫുട്വെയർ ഷോറൂമിന് നോർമൽ സ്കീം മതി. പക്ഷെങ്കിൽ ഫാൻസി സ്റ്റോറിൽ കുറെ അസറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് അവിടെ കോമ്പോസിഷൻ മതി, ITC ഒന്നും വേണ്ട. ഈസ് ഇറ്റ് പോസിബിൾ? അത് നടക്കുമോ? എനിക്ക് തന്നെ രണ്ട് ബിസിനസ് ഉണ്ട്, ആ ഒരു ബിസിനസ്സിൽ നോർമലും മറ്റേ ബിസിനസ്സിൽ കോമ്പോസിഷൻ പറ്റുമോ? ആൻസർ ഈസ് പറ്റില്ല. ഒന്നുകിൽ കോമ്പോസിഷൻ. ഉത്തരാഖണ്ഡിന്റെ ലിമിറ്റ് 75 അല്ലേ? ആണോ? അത് ഞാൻ നോക്കാൻ മറന്നു കേട്ടോ, നോക്കട്ടെ. ഇതൊരു ഗ്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരാഖണ്ഡ് ഈസ് കവേർഡ് അണ്ടർ 75. അത് ഞാൻ നോക്കാൻ മറന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡ് അല്ലേ? യെസ്, ഉത്തരാഖണ്ഡ്. വെരി വെരി ഗുഡ്, വെരി ഗുഡ്. അതാരും അത് കണ്ടുപിടിച്ചേ? ഫാത്തിമ നസ്രിയ, വെരി ഗുഡ്, പക്ക. 75 ആണ്. അപ്പൊ എലിജിബിൾ ആണോ? 95 lakhs എലിജിബിൾ അല്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ മാറും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് എഴുതണം? ഈസ് നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. എന്തുകൊണ്ടാ? അഗ്രഗേറ്റ് ടേൺ ഓവർ ഈസ് എന്താണ്? എക്സീഡഡ് സ്പെസിഫൈഡ് ലിമിറ്റ്. 75 lakhs എക്സീഡ് ചെയ്തു. ആ രീതിയിൽ എഴുതാം.
ദെൻ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ അഗെയിൻ, രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഇറ്റ് വിൽ റിമെയിൻ സെയിം അല്ലെ, അത് മാറില്ല. ദാറ്റ് മീൻസ് ഒരു സ്ഥലത്ത് നോർമലോ ഒരു സ്ഥലത്ത് കോമ്പോസിഷന് പറ്റുമോ? ആൻസർ ഈസ് പറ്റില്ല. ആൻസർ ഈസ് പറ്റില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഒന്നുകിൽ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എവിടെയും പറ്റില്ല. വേണമെങ്കിൽ ഇതൊന്നും എക്സാമിന് എഴുതി വെക്കരുത്, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം, ഓൾ ഓർ നത്തിങ്. അതായത് ഒന്നുകിൽ നിങ്ങൾ എല്ലാവരുടെയും എന്ത് ചെയ്യണം, കോമ്പോസിഷൻ സ്കീം എടുക്കണം, അല്ലെങ്കിൽ എവിടെയും എടുക്കരുത്, ഓൾ ഓർ നത്തിങ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. എനിക്ക് 10 ബിസിനസ് ഉണ്ടെങ്കിൽ 10 സ്ഥലത്തും കോമ്പോസിഷൻ എടുക്കണം, അല്ലെങ്കിൽ 10 സ്ഥലത്ത് നോർമൽ എടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലൈക്ക് ഇത് തന്നെ സെയിം, ഓൾ ഓർ നത്തിങ്. ഓക്കെ അല്ലേ? ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് rework. If Mrs. Pooja is running a restaurant as well as fancy store, whether she is eligible for composition scheme if aggregated turnover in the preceding financial year was 30 lakhs from fancy store, 35 lakhs from restaurant service. Total 65 lakhs ആണ് turnover. എന്തായിരിക്കും അവസ്ഥ? റെസ്റ്റോറന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റെസ്റ്റോറന്റിന്റെ കേസിൽ എന്താ പ്രശ്നം? റെസ്റ്റോറന്റിന് ഒരു പ്രശ്നവുമില്ല. മനസ്സിലാക്കുക, റെസ്റ്റോറന്റിന് ഒരു പ്രശ്നവുമില്ല. കാരണം റെസ്റ്റോറന്റ് നമ്മൾ ചിന്തിക്കും, റെസ്റ്റോറന്റ് സർവീസ് സെക്ടർ അല്ലേ. മനസ്സിലാക്കുക, ട്രേഡർ, മാനുഫാക്ചറർ, റെസ്റ്റോറന്റ്, ഇവർ 3 പേരും ഒറ്റക്കെട്ടാ. അപ്പം റെസ്റ്റോറന്റിന്റെ കേസിൽ ഒരു പ്രശ്നവും ഇല്ല സർവീസ് സെക്ടറിൽ. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഇവിടെ ചോദിക്കാൻ ഒരു റീസൺ കൂടെ ഉണ്ട്. അതായത് റെസ്റ്റോറന്റ് അല്ലാതെ മറ്റെന്തെങ്കിലും സർവീസ് ആണെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് മാറും, 50 ലക്ഷം ആവും. ഓക്കെ, റെസ്റ്റോറന്റ് അല്ലാതെ മറ്റെന്തെങ്കിലും സർവീസ് ആണെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് മാറും, 50 ലക്ഷം ആവും. സർവീസസ് other than restaurant, എത്രയായിരിക്കും ടേൺ ഓവർ ലിമിറ്റ്? ടേൺ ഓവർ ലിമിറ്റ് വിൽ ബി 50 lakhs. ടാക്സ് റേറ്റ് എത്രയായിരിക്കും? ടാക്സ് റേറ്റ് വിൽ ബി 6%. അതില് 3% CGST ആൻഡ് 3% SGST. ഇങ്ങനെയായിരിക്കും റെസ്റ്റോറന്റ് ഒഴികെ ബാക്കിയുള്ള സർവീസ്. എന്നാൽ റെസ്റ്റോറന്റിന്റെ കേസിൽ ടാക്സ് റേറ്റ് വിൽ ബി 50 lakhs, സോറി 5%. ടാക്സ് റേറ്റ് വിൽ ബി 5%. ടേൺ ഓവർ വിൽ ബി നോർമൽ സ്റ്റേറ്റ് ആണെങ്കിൽ 1.5 crore, സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ 75 lakhs. റേറ്റ് നമ്മൾ പറഞ്ഞു ടോട്ടൽ 5%, 2.5 plus 2.5. ക്ലിയർ ആണോ? പ്രൊവിഷൻ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പരിപാടി? ഇവിടെ പറയുന്നത് എന്താ? 30 ലക്ഷം ഫാൻസി സ്റ്റോറിൽ 35 ലക്ഷം എവിടുന്നു? റെസ്റ്റോറന്റ്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? 65 ലക്ഷമാണ് നമ്മുടെ ലിമിറ്റ്, 75 ലക്ഷമാണ്. ഒരു പ്രശ്നവുമില്ല, കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണ്. സെറ്റല്ലേ? Please comment. Clear? Yes. So ടാക്സ് റേറ്റ് ഇവിടെ ഉണ്ട്. 0.5% CGST, 0.5% SGST, 1% ടോട്ടല്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ IGST വരാത്തെ? ആൻസർ ഈസ് വെരി സിമ്പിൾ. IGST വരണമെങ്കിൽ ആദ്യം എന്ത് വരണം? ഇന്റർസ്റ്റേറ്റ് സെയിൽ വരണം. ഇന്റർസ്റ്റേറ്റ് സെയിൽ ഇല്ലല്ലോ. ഇന്റർസ്റ്റേറ്റ് സെയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് IGST ഒരിക്കലും വരില്ല കോമ്പോസിഷൻ സ്കീമിൽ. ക്ലിയർ? ഇനി മറ്റൊരു ഡൗട്ട്, മാനുഫാക്ചറർക്കും 1% ആണ്, ട്രേഡർക്കും 1% ആണ്. പിന്നെ എന്നാ പിന്നെ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ പോരെ? എന്തിനാ ഇതിനെ സെപ്പറേറ്റ് ആക്കിയേ? ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ട്രേഡർ 1% അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ക്ലൂഡിങ് എക്സംപ്റ്റഡ് സപ്ലൈ ആണ് അപ്ലൈ ചെയ്യുക. വേറെ മാനുഫാക്ചറർ 1% അപ്ലൈ ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് എക്സംപ്റ്റഡ് സപ്ലൈ ആണ് ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു ക്വാർട്ടേർലിയാണ് നമ്മൾ ടാക്സ് അടക്കുക. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതല്ലേ, കോമ്പോസിഷൻ ഡീലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാർട്ടേർലിയാണ് ടാക്സ് അടക്കുക. ക്വാർട്ടേർലി എന്ന് പറഞ്ഞാൽ എന്താ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതൊരു ക്വാർട്ടർ അല്ലേ? ദാറ്റ് ഈസ് നമ്മുടെ ലാസ്റ്റ് ക്വാർട്ടർ, 4th ക്വാർട്ടർ ആണ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്.
ഇതിൽ ജാനുവരി മാസം എന്റെ ടേൺ ഓവർ ഒരു 10 lakhs ആണ്. ഫെബ്രുവരി മാസം എന്റെ ടേൺ ഓവർ 5 lakhs ആണ്. മാർച്ച് മാസം എന്റെ ടേൺ ഓവർ 10 lakhs ആണ്. ടോട്ടൽ 25 lakhs ആണ് എനിക്ക് ആ ഒരു ക്വാർട്ടറിലുള്ള എന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കാം. ഇതിൽ 10 lakhs എന്ന് പറയുന്നത് ടാക്സബിൾ സപ്ലൈ ആണ്. 5 lakhs എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ഈ 10 lakhsഉം ടാക്സബിൾ സപ്ലൈ ആണ്. സോ ഞാൻ ടാക്സ് കൊടുക്കാനായിട്ട് ഈ ക്വാർട്ടർ കഴിഞ്ഞിട്ട്, അതായത് മാർച്ച് മാസം കഴിഞ്ഞിട്ട്, ജാനുവരി ഫെബ്രുവരി മാർച്ച് ആണല്ലോ ആ പർട്ടിക്കുലർ ക്വാർട്ടർ, ഈ ക്വാർട്ടർ കഴിഞ്ഞ് തൊട്ടടുത്ത മാസം, അതായത് ഏപ്രിൽ മാസം 18-ാം തീയതിക്കുള്ളിലാണ് ഞാൻ ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത്. 18 ലാസ്റ്റ് ഡേറ്റ്. ദാറ്റ് ഈസ് CMP 08 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിട്ടേൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാണും. CMP 08 ഞാൻ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. അങ്ങനെ പേ ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് 18-നുള്ളിലാണ് അതിന്റെ ഡ്യൂ ഡേറ്റ്. അങ്ങനെ പേ ചെയ്യാൻ പോകുമ്പോൾ ഇഫ് ഐ ആം എ ട്രേഡർ, ഞാൻ എന്തിന്റെ മേളിൽ ടാക്സ് കൊടുക്കണം എന്നറിയോ? 1% ആണല്ലോ ടാക്സ് റേറ്റ്. 1% ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ട്രേഡർ ആണെങ്കിൽ ഓൺലി ഫോർ ടാക്സബിൾ സപ്ലൈ. അതായത് 20 ലക്ഷമാണല്ലോ ഇവിടെ ടാക്സബിൾ സപ്ലൈ, 10 lakhs. ഈ 20 ലക്ഷത്തിന്റെ മേളിൽ 1% അപ്ലൈ ചെയ്താൽ മതി. ഇഫ് ഐ ആം എ മാനുഫാക്ചറർ, ഞാൻ എത്ര രൂപയുടെ മേളിൽ 1% അപ്ലൈ ചെയ്യണം? 25 ലക്ഷത്തിന്റെ മേളിലും 1% അപ്ലൈ ചെയ്യണം. വിച്ച് മീൻസ് മാനുഫാക്ചറർ ആണെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈക്ക് ടാക്സ് കൊടുക്കണം. ട്രേഡർ ആണെങ്കിലോ എക്സംപ്റ്റഡ് സപ്ലൈക്ക് ടാക്സ് കൊടുക്കണ്ട. വാട്ട് ഇഫ് റെസ്റ്റോറന്റ് ആണെങ്കിലും എക്സംപ്റ്റഡ് സപ്ലൈക്ക് ടാക്സ് കൊടുക്കണം. ആ ടേബിൾ ഒന്നും കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇൻക്ലൂഡിംഗ് എക്സംപ്റ്റഡ് സപ്ലൈ, റെസ്റ്റോറന്റും മാനുഫാക്ചറും. സെറ്റ് ആണോ? പ്ലീസ് കമന്റ്. അതെ, 50 lakhs നോക്കേണ്ടത് സർവീസ് മാത്രമാണെങ്കിൽ, അതായത് എഡ്യൂക്കേഷണൽ സർവീസ്, കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമോ? ആൻസർ ഈസ് യെസ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ 50 ലക്ഷം എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ. ഈ റേറ്റ് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അല്ലേ? യെസ്. റെസ്റ്റോറന്റ് കേസ് സെയിം. എന്താണോ ട്രേഡർ, എന്താണോ മാനുഫാക്ചറർ, അത് തന്നെയാണ് റെസ്റ്റോറന്റിന്റെ കേസ്. റെസ്റ്റോറന്റിന് എക്സംപ്റ്റഡ് സപ്ലൈ വരുമോ എന്നാണോ ചോദ്യം. ആൻസർ ഈസ് മാനുഫാക്ചറർക്കും റെസ്റ്റോറന്റിനുമാണ് ഒരേ പ്രൊവിഷൻ. റെസ്റ്റോറന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സംപ്റ്റഡ് സപ്ലൈക്കും ടാക്സ് കൊടുക്കണം. സെറ്റല്ലേ? മാർജിനൽ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ സപ്ലൈ, അതാണ് നെക്സ്റ്റ് പരിപാടി ഇടാം. അത് നമ്മൾ പറയും, അതാണ് അടുത്ത പരിപാടി. ഓക്കെ, സോ നമ്മളിപ്പം ട്രേഡറും മാനുഫാക്ചറും റെസ്റ്റോറന്റിന്റെ കാര്യം പറഞ്ഞു, സർവീസ് മാത്രമാണെങ്കിലും പറഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആയിരിക്കില്ലേ ഞാൻ ട്രേഡ് ചെയ്യാം. അതേപോലെ മാനുഫാക്ചറർ ആണെങ്കിലോ അഗെയിൻ ഗുഡ്സ് അല്ലേ ഞാൻ മാനുഫാക്ചർ ചെയ്യാം. ഇതിൽ റെസ്റ്റോറന്റ് മാത്രമാണ് എന്ത്? സർവീസ് കാറ്റഗറി അല്ലേ? ഇവരെ നമ്മളൊരു ബണ്ടിലാക്കിയിട്ട് വെച്ചു. സിറ്റുവേഷൻ നമ്പർ 1. സിറ്റുവേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ പറഞ്ഞു ഓൺലി സർവീസ് ആണെങ്കിലോ, അതും നമ്മൾ കണ്ടു. സിറ്റുവേഷൻ നമ്പർ 2. ഇനി നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ കൂടെ വരാൻ ചാൻസ് ഇല്ലേ? ഗുഡ്സിന്റെ കൂടെ സർവീസ്, ദാറ്റ് ഈസ് ഗുഡ്സ് പ്ലസ് സർവീസ്. അതാണ് സിറ്റുവേഷൻ നമ്പർ 3. ഇതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോണത്. അതായത് സേ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ, കല്യാൺ സിൽക്സ്. ഈ കല്യാൺ സിൽക്സിൽ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന ഒരു എന്താണ് ഏരിയ ആണ് അല്ലെ. അവിടെ ഗുഡ്സ് ആയിട്ടുള്ള എന്താണ് ക്ലോത്ത് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുമ്പം അവർ അതിന്റെ കൂടെ ഇൻ കേസ് ആരെങ്കിലും ഒക്കെ ഷർട്ടോ പാന്റോ ഒക്കെ വാങ്ങുമ്പം ഇൻ കേസ് ഓൾട്രേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്. അവർ പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെന്നാണെങ്കിൽ ഇവിടെ വന്നാൽ മതി, നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്തിട്ട് തിരിച്ചു തരും. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ, അവരുടെ മെയിൻ ടേൺ ഓവർ ഗുഡ്സിൽ നിന്നായിരിക്കുമോ അതോ സർവീസിൽ നിന്നായിരിക്കുമോ?
മെയിൻ ടേൺ ഓവർ? ഓഫ് കോഴ്സ് അത് എന്ത് തന്നെ ആയിരിക്കും? ഗുഡ്സും തന്നെ ആയിരിക്കും അല്ലെ? സർവീസിൽ നിന്നും സ്റ്റിച്ചിങ്ങിൽ നിന്നും എന്തെങ്കിലും കിട്ടിയാ കിട്ടി, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്, അവരുടെ ഗുഡ്സിൽ നിന്നുള്ള ടേൺ ഓവർ 70 ലക്ഷമാണ്, സർവീസിൽ നിന്നും 3 ലക്ഷമാണ്. ടോട്ടൽ 73 ലക്ഷം ടേൺ ഓവർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു ഗുഡ്സ് മാത്രമാണെങ്കിലാണ് ട്രേഡറും മാനുഫാക്ചററും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഗുഡ്സ് പ്ലസ് സർവീസ് വന്നില്ലേ, അപ്പൊ കോമ്പോസിഷൻ സ്കീം കിട്ടുമോ? ആൻസർ ഈസ് ഇവർക്കും കിട്ടും. പക്ഷെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ സർവീസ് എന്ന് പറയുന്നത് മാർജിനൽ ലെവൽ ആയിരിക്കണം. സർവീസ് എന്ത് ലെവൽ ആയിരിക്കണം? മാർജിനൽ ലെവൽ ആയിരിക്കണം. എന്താണ് മാർജിനൽ ലെവൽ? മാർജിനൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ അളവിലേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ നോക്കി 70 ലക്ഷം ഗുഡ്സിൽ 3 ലക്ഷം സർവീസ് എന്ന് പറയുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ? പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രൊവിഷൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് ആ പ്രൊവിഷൻ എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കിയേ. സെക്കൻഡ് പ്രൊവിസോയിൽ പറയാണ്, കോമ്പോസിഷൻ ഡീലർ ഈസ് പെർമിറ്റഡ് ടു സപ്ലൈ സർവീസസ് ഈ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡസ് നോട്ട് എക്സീഡ്. നിങ്ങൾ നോക്കേണ്ടത് നോർമലി നിങ്ങൾ കാണുന്നത് പോലെ, അതായത് ഗുഡ്സും സർവീസും ഉണ്ടെങ്കിൽ നോർമലി നിങ്ങൾ കാണുന്നത് പോലെ അഗ്രഗേറ്റഡ് ടേൺ ഓവർ കാണണം. ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ അഗ്രഗേറ്റഡ് ടേൺ ഓവർ കണ്ടിട്ട് അതിന്റെ 10% എടുക്കണം. എന്തെടുക്കണം? 10% ഓഫ് ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ്. ശ്രദ്ധിക്കണം മക്കളെ, അഗ്രഗേറ്റ് ടേൺ ഓവർ നമ്മൾ കണ്ടത് ഓൾ ഇന്ത്യ ബേസിസിലാണ്. അഗ്രഗേറ്റ് ടേൺ ഓവർ നമ്മൾ കണ്ടത് ഓൾ ഇന്ത്യ ബേസിസിലാണ്. പക്ഷെങ്കിൽ ഇവിടത്തെ ചെക്ക് എന്താണ്, എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിന്റെ അഗ്രഗേറ്റ് ടേൺ ഓവർ വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെ അഗ്രഗേറ്റ് ടേൺ ഓവർ എടുത്തിട്ട് അതിന്റെ 10% നിങ്ങൾ എടുക്കണം. അതിനെ 5 ലക്ഷവുമായിട്ട് കമ്പയർ ചെയ്യണം. വിച്ച് എവർ ഈസ് ഹയർ എത്രയാണെന്ന് നോക്കണം. അപ്പോഴും അടുത്ത കൺഫ്യൂഷൻ ആണ്. അടുത്ത കൺഫ്യൂഷൻ, നമ്മൾ ഈ നോക്കുന്നത് പ്രീവിയസ് ഇയറിലെ ആണോ അതോ കറണ്ട് ഇയറിലെ ആണോ? കമന്റ്. പ്രീവിയസ് ഇയറിലെ ആണോ അതോ കറണ്ട് ഇയറിലെ ആണോ? ഈ ടേൺ ഓവർ ലിമിറ്റ് നമ്മൾ നോക്കുന്നത് കറണ്ട് ഇയറിലെ ആണോ പ്രീവിയസ് ഇയറിലെ ആണോ? എല്ലാവരും കമന്റ് ചെയ്തേ. മനസ്സിലാക്കുക, എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ടേൺ ഓവർ ഓൾവേസ് നോക്കുക പ്രീവിയസ് ഇയർ ആണ്, പ്രൊസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ക്ലിയർ? പ്രീവിയസ് ഇയറിലെ ആണ്. ഇനി ഇത് എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്? കറണ്ട് ഇയറിലാണോ അതോ പ്രീവിയസ് ഇയറിലാണോ? എപ്പോഴത്തെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു പ്രീവിയസ് ഇയറിലെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്? ഇന്നല്ലേ ഇത് ചെക്ക് ചെയ്യുന്നത്? കറണ്ട് ഇയറിലല്ലേ ഇത് ചെക്ക് ചെയ്യുന്നത്? അങ്ങനെ കറണ്ട് ഇയറിൽ ചെക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഇയറിലുള്ള സർവീസിന്റെ ലിമിറ്റ് അല്ലേ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കാം, ഈ ഒരു എക്സാമ്പിളിലൂടെ ക്ലിയർ ആവും. ശ്രദ്ധിക്കുക, ഒന്നുമില്ല, പ്രീവിയസ് ഇയറിലുള്ള ടേൺ ഓവർ നോക്കിയിട്ട് അതിന്റെ 10% എടുത്തു, അതിന് 5 ലക്ഷമായിട്ട് കമ്പയർ ചെയ്തു. വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ നോക്കി. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഇത് ഒന്നും കൂടെ സെറ്റ് ആക്കാം. ഗുഡ്സ് ഡീൽ ചെയ്യുന്നത് സേ കൊച്ചി, ചെന്നൈ. എനിക്ക് 2 സ്റ്റേറ്റുകളിൽ ബിസിനസ് ഉണ്ട്, കൊച്ചിയിലുണ്ട് ചെന്നൈയിലുണ്ട്. കൊച്ചിയിൽ ഗുഡ്സ് 30 ലക്ഷമാണ്, ചെന്നൈയിൽ ഗുഡ്സ് 60 ലക്ഷമാണ്. സർവീസ് 5 ലക്ഷമാണ്, ചെന്നൈയിൽ 10 ലക്ഷമാണ്. ഇനി കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പൊ അഗ്രഗേറ്റ് ടേൺ ഓവർ നമ്മൾ എങ്ങനെ കാണും? അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂട്ടിയതാണ് അഗ്രഗേറ്റ് ടേൺ ഓവർ. പക്ഷെങ്കിൽ എനിക്ക് വേണ്ടത് അഗ്രഗേറ്റ് ടേൺ ഓവർ അല്ല, ഒരു സ്റ്റേറ്റിന്റെ ടേൺ ഓവർ ആണ്. കാരണം എന്താ, ഇവിടെ നമ്മൾ കറക്റ്റ് പറയുന്നത് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഞാൻ കാണും. കണ്ടോ, 35 ലക്ഷം അതേപോലെ 70 ലക്ഷം. ഇതിന്റെ 10% ഞാൻ എടുക്കും, 3,50,000 ഓർ 7 ലക്ഷം. ഇതിനെ ഞാൻ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? 5 ലക്ഷമായിട്ട് കമ്പയർ ചെയ്യും. വിച്ച് എവർ ഈസ് ഹയർ എടുക്കും. കൊച്ചിയിൽ 5 ലക്ഷം, ചെന്നൈയിൽ 7 ലക്ഷം. ഇതുവരെ ചെയ്തത് ഓക്കെ ആണോ? ഇതുവരെ ചെയ്തത് ഓക്കെ ആണോ? ഓക്കെ. ഇനി കറണ്ട് ഇയറിൽ ഞാൻ എലിജിബിൾ ആണോ അല്ലേ എന്ന് നോക്കണ്ടേ? കറണ്ട് ഇയറിൽ കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് നോക്കണ്ടേ? കറണ്ട് ഇയറിൽ കോമ്പോസിഷൻ സ്കീമിൽ എലിജിബിൾ ആവും. എങ്ങനെയാണെങ്കിലെന്നറിയോ? മാക്സിമം എനിക്ക് ഈ വർഷം സർവീസ് കൊടുക്കാൻ പറ്റുന്നത് 5 ലക്ഷമാണ്. ഞാൻ 6 ലക്ഷം സർവീസ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കോമ്പോസിഷൻ സ്കീം കിട്ടില്ല. ഈ വർഷം മാക്സിമം ചെന്നൈയിൽ എനിക്ക് 7 ലക്ഷം സർവീസ് കൊടുക്കാൻ പറ്റും.
കറണ്ട് ഇയർ സർവീസ് ലിമിറ്റ് ആണ് പറയുന്നത്. കറണ്ട് ഇയറിൽ ടേൺ ഓവർ എനിക്ക് എന്താ, കൊച്ചിയിൽ 5 ലക്ഷം വരെ സർവീസ് കൊടുക്കാം, ചെന്നൈയിൽ 7 ലക്ഷം വരെ സർവീസ് കൊടുക്കാം. ഇതിന്റെ മേളിൽ ഞാൻ സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടൂല, കോമ്പോസിഷൻ സ്കീം കിട്ടൂല. ഇതാണ് പരിപാടി. കത്തിയോ? ക്ലിയർ ആണോ? യെസ്. ഇനി ഇവിടെ കല്യാൺ സിൽക്സിന്റെ ഈ ഒരു എക്സാമ്പിളില് നമ്മളിത് അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട് 73 ലക്ഷം തന്നിട്ടില്ലേ. ഇത് സേ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കറണ്ട് ഇയറിൽ സംഭവിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പ്രീവിയസ് ഇയറിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ ഞാൻ പറയാണ് ഒരു 90 ലാക്സ് ആണ്. ഒരു സ്റ്റേറ്റിലാണ് 90 ലാക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും, എലിജിബിൾ ആണോ അല്ലേ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 90 ലാക്സിന്റെ 10% എടുക്കണം. ദാറ്റ് ഈസ് 9 ലാക്സ്. ഇതിനെ ഞാൻ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, ഓർ 5 ലാക്സുമായിട്ട് കമ്പയർ ചെയ്യണം. വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. വിച്ച് എവർ ഈസ് ഹയർ എത്രയാ, 9 ലാക്സ്. ഈ വർഷം എനിക്ക് എത്ര ലക്ഷം വരെ സർവീസ് കൊടുക്കാം, 9 ലക്ഷം വരെ കൊടുക്കാം. പക്ഷെ ഞാൻ എത്രയേ കൊടുത്തിട്ടുള്ളൂ, 3 ലക്ഷം വരെ കൊടുത്തിട്ടുള്ളൂ. ദെൻ ടെൽ മീ കറണ്ട് ഇയറിൽ എനിക്ക് എലിജിബിൾ ആണോ അല്ലേ? യെസ്, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. കോമ്പോസിഷൻ സ്കീമിൽ മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇനി കോമ്പോസിഷൻ സ്കീമിൽ ഏതെങ്കിലും ഏരിയാസ് ഡൗട്ട്സ് ഓർ പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് ചോദിച്ചോളൂ. കോമ്പോസിഷൻ സ്കീമിലെ സർട്ടൈൻ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് ആരൊക്കെയാ? ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ, എയറേറ്റഡ് വാട്ടർ, പിന്നെ ബ്രിക്സ് ആണ്. ഇതെല്ലാം ബ്രിക്സ് ആണ്. പിന്നെ എർത്തൺ ഓർ റൂഫിംഗ് ടൈൽസ്. എർത്തൺ ടൈൽസ് അറിയാലോ. റൂഫിംഗ് ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഓടില്ലേ. ഇതൊന്നും മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. വേറെ സെയിൽ ചെയ്യാം. ഡൺ? ഓക്കെ ആണോ? പ്ലീസ് ടെൽ മീ. സർവീസ് ഓൺലി ടേൺ ഓവർ ലിമിറ്റ് 50 ലാക്സ് ആണ്. ഇതാണ് പ്രൊവിഷൻ. 10(2)A ആണ് പറയുന്നത്. ടേൺ ഓവർ ലിമിറ്റ് 50 ലാക്സ് ആണ്. ടാക്സ് റേറ്റും മാറും. 3+3 ആണ് വരിക. ടോട്ടൽ 6%. ഇന്റർ സപ്ലൈയുടെ കേസില്ലേ, അതൊന്നുകൂടെ പറയോ? ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രൊവിഷൻ ആണോ ആൽബിൻ? ഇന്റർ സപ്ലൈ എന്താ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. ആ, അതൊരിക്കലും ഇല്ല. അത് എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് അതിന്റെ പ്രൊവിഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്മോൾ ടാക്സ് പെയർക്കാണ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഡീലർക്കാണ് കോമ്പോസിഷൻ സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. എന്നിട്ട് നിങ്ങൾ സേ തൃശ്ശൂരുള്ള ഒരു ബിസിനസ് തൃശ്ശൂർ ടൗണിൽ നമ്മുടെ ചെമ്പൂക്കാവിലുള്ള ഒരു ചെറിയൊരു ഷോപ്പാണെന്ന് വിചാരിക്കാം. ഈ ഷോപ്പിൽ നിന്നും നമ്മൾ സാധനം സെയിൽ ചെയ്യുന്നത് എവിടത്തേക്കാണെന്നറിയോ? കർണാടകയിലേക്കാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ സ്മോൾ ബിസിനസ് ഡീലർ ആണോ? ഒരിക്കലുമല്ല. സെയില് നിങ്ങൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ബിഗ് ഡീലർ ആണെന്ന് അർത്ഥം. അതായത് തൃശ്ശൂർ ജില്ലയും ആ ഗ്രാമം കടന്ന്, ആ ജില്ല കടന്ന്, ആ സ്റ്റേറ്റ് കടന്ന് മറ്റൊരു സ്റ്റേറ്റിൽ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ യു ആർ നോട്ട് എ സ്മോൾ ബിസിനസ് ഡീലർ. അതുകൊണ്ട് നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം കിട്ടില്ല. വേറാസ് നിങ്ങൾക്ക് ഇതേ കർണാടകയിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. അതിനെന്താ, ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് പോയാൽ പോരെ കർണാടകയിലേക്ക്. അതിന് വലിയൊരു സ്മോൾ ബിഗ് ഒക്കെ ആവേണ്ട ആവശ്യമുണ്ടോ? പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലയന്റിനെ കണ്ടുപിടിക്കുന്ന അത്ര ടഫ്നെസ് ഒന്നും ഇല്ലല്ലോ. ബസ് കയറി പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാലോ. അതുകൊണ്ട് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ സ്കീം എടുക്കാം. സെയിൽ ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല. ക്ലിയർ? യെസ്. അതേഴ്സ് ഏതെങ്കിലും ഏരിയ ക്ലാരിഫിക്കേഷൻ കോമ്പോസിഷനിൽ? ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ ഇടുവോ? ഓക്കെ ആയവർ ഒരു ഓക്കെ ഇടുക, അല്ലാത്തവരെ ഡൗട്ട് ചോദിക്കാം. ഓക്കെ. യെസ്. So this is all about composition scheme.